ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കണ്ടു. അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പം പറയാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, അനീഷ്, ഒരു സാധാരണക്കാരനായ ഒരു അനീഷ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് ജനശ്രദ്ധ നേടി ജനങ്ങളുടെ ഹീറോയായി മുന്നോട്ട് വരുമ്പോഴാണ് ലാലേട്ടൻ വന്ന് പറയുന്നത് സൗഹൃദത്തിന് വേണ്ടിയിട്ടുള്ള വാതിൽ തുറന്നിടണമെന്ന്. പാവം ലാലേട്ടൻ്റെ വാക്കും വിശ്വസിച്ച് ഷാനവാസുമായി കൂട്ടുകൂടുന്നു. അതിനുശേഷം നെവിനുമായി ഉണ്ടായ പ്രശ്നത്തിൽ തൻ്റെ ഉറ്റ സുഹൃത്തായ ഷാനവാസിനെ അനീഷ് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര വിശ്വസിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും അനീഷിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവരുമായിട്ട് ഷാനവാസിന് വേണ്ടി അടിയുണ്ടാക്കുന്നു. ഇന്ന് തന്നെ ലൈവിൽ ആദിലെയൊക്കെ പൊളിച്ചടുക്കിയ സമയത്തും അനീഷ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഷാനവാസിനെയാണ്. ആ ഒരു വിശ്വാസം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അനീഷ് നടക്കുന്നത്. പക്ഷേ ഇന്ന് ലാസ്റ്റത്തെ എപ്പിസോഡിൻ്റെ ആ ഭാഗത്ത് ഈ ഷാനവാസും ആദിലയും നൂറയുമെല്ലാം ഒരുമിച്ചിരുന്ന് കഥ പറയുകയാണ്. അതായത് കഴിഞ്ഞതെല്ലാം മറന്ന് അവർ വീണ്ടും ഒന്നായി. അപ്പോൾ ഇവിടെ അനീഷ് അപ്പോൾ ആരായി? ഒരു സാധാരണക്കാരൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നത് കണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ഏഷ്യാനെറ്റും ബിഗ് ബോസും കൂടെ ചേർന്ന് തയ്യാറാക്കിയ ഒരു തന്ത്രമായിരുന്നു അനീഷിൻ്റെ കൊണ്ട് ഷാനവാസിനെ കൂട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ പിടിച്ചതോടുകൂടി അനീഷിൻ്റെ ഗെയിം ഡൗണായി. മാത്രമല്ല, അനീഷ് പാവം ഷാനവാസിനെ വിശ്വസിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ചതി അനീഷ് തിരിച്ചറിഞ്ഞ് വീണ്ടും ഒറ്റയ്ക്ക് നിന്ന് പഴയതുപോലെ കളിക്കണം. എങ്കിൽ മാത്രമേ ഇനി അനീഷ് ഈ ഒരു വലയത്തിൽ നിന്ന് പുറത്തു ചാടാൻ പറ്റുകയുള്ളൂ. ഒരു പക്ഷേ ഈ വരുന്ന ശനിയാഴ്ച വീക്കെൻഡിൽ ലാലേട്ടൻ വന്ന് ഇതിനൊരു തീരുമാനം ആവുകയാണെങ്കിൽ അനീഷിന് മനസ്സിലാക്കാൻ പറ്റും താൻ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ള കാര്യം അനീഷിന് ഉറപ്പിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ അനീഷ് വീണ്ടും പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.